അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 50 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 49, 50 ആയത്തുകൾ ഒന്നുകൂടി ജസ്റ്റ് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാഉ വലാ യുദ്ലമൂന ഫതീലാ. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വയം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ ബലില്ലാഹു യുസക്കി മൻ യശാഉ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് വിശുദ്ധരാക്കുന്നത്. വലാ യുദ്ലമൂന ഫതീല, ഒരു അണു അളവ് അനീതി പോലും ആരോടും അവൻ കാണിക്കുകയില്ല. ഇതും ജൂതന്മാരെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും അവരുടെ വിശുദ്ധ സങ്കല്പങ്ങളെക്കുറിച്ചും വിശുദ്ധവാദ സങ്കല്പങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത്. അതായത് ഈ എന്താണ് അതിന് പറയുക, പുണ്യാത്മാക്കൾ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ രീതി ഇപ്പോഴുണ്ടത്. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരെ പുണ്യാത്മാക്കളായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന രീതി ഇപ്പോഴും ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരാൾ വിശുദ്ധനാണ് എന്നങ്ങ് സ്വയം പ്രഖ്യാപിക്കാൻ നിങ്ങൾ ആരാണ് അതിന് നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഏറിയോ കുറഞ്ഞോ അത് മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളിലുണ്ട്. അവർ വിശുദ്ധരാണ്, അവർ പുണ്യാത്മാക്കളാണ്, അവർ ഔലിയാക്കളാണ്. ചില ആൾക്കാർ സ്വയം അങ്ങ് പ്രഖ്യാപിക്കും, ഞാൻ ഔലിയാണ്, എനിക്ക് സവിശേഷമായ സ്ഥാനങ്ങളും അധികാരങ്ങളുമുണ്ട് എന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുക. ഇവരോടൊക്കെ കൂടിയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിശുദ്ധരാണോ അല്ലേ എന്ന് നിങ്ങളങ്ങ് സ്വയം പ്രഖ്യാപിക്കണ്ട, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വയം വിശുദ്ധരാക്കിയവരെ അല്ലെങ്കിൽ സ്വയം വിശുദ്ധരാണെന്ന് അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? ബലില്ലാഹു യുസക്കി മൻ യശാഉ, അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്കാണ് വിശുദ്ധ പട്ടം നൽകുക. ഇത് ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവരങ്ങ് അവകാശപ്പെടും ഞങ്ങൾ അള്ളാൻ്റെ അടുത്ത ആൾക്കാരാണ്. നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാൻ്റെ അടുത്ത ആൾക്കാരാണ്, ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, ഇനി അഥവാ സ്പർശിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ, അങ്ങനെയൊക്കെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദാത്ത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നരകം ഞങ്ങളെ സ്പർശിക്കില്ല, ഇനി അഥവാ ഞങ്ങൾ നരകത്തിലിട്ടാൽ 1-2 ദിവസം മാത്രം. ഇങ്ങനെയൊക്കെ വാദിച്ചിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്ക് കൂടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരൽ ചൂണ്ടുന്നത്. ഇനി 50-ാമത്തെ ആയത്തിലേക്ക് വരിക. ഉൻദുർ, നീ നോക്ക്, കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അവരെങ്ങനെയാണ് അള്ളാൻ്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിച്ചമച്ച് പറയുന്നത് എന്നൊന്ന് നോക്ക്. ഉൻദുർ, ഇപ്പോൾ അള്ളാഹു ഞങ്ങളെ വിശുദ്ധ പട്ടമണിയിച്ചിരിക്കുന്നു. ശരിക്കും ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇതുകൂടിയാണ്. ഒരു പ്രത്യേകമായ പുരോഹിത പട്ടം അങ്ങനൊന്നും ഇസ്ലാമിലില്ല. ഉണ്ടോ?
എന്തെങ്കിലും പ്രത്യേക കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട പ്രത്യേക വിഭാഗം അങ്ങനെയൊന്നും ഇസ്ലാമിലുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇമാമ് നിൽക്കാനായിട്ട് ഒരു പ്രത്യേക പുരോഹിതന്മാരുണ്ടോ? ഇവിടെ സാധാരണ നിശ്ചയിച്ചിട്ടുള്ള ഇമാമുണ്ട്. ഇമാമ് വന്നിട്ടില്ലെങ്കിലോ വേറൊരാൾക്ക്, ഇവിടെ ഉള്ള ഒരാൾക്ക് കയറുന്നിട്ട് അയാൾ ഇമാമൊന്ന് നമസ്കരിക്കും. കല്യാണം നടത്തി കൊടുക്കാൻ പുരോഹിതൻ ഇസ്ലാമിൽ ആവശ്യമില്ല. ഉണ്ടോ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാറില്ലേ? നിങ്ങളുടെ മകളെ ഒരു വരന് കൈ പിടിച്ച് കൊടുക്കുന്നു, ഇതാ എൻ്റെ മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, അവനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. വിവാഹം സാധുവാകാൻ അവിടെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ക്രിസ്തു മതത്തിൽ, ഹിന്ദു മതത്തിലൊക്കെ വിവാഹം സാധുവാകണമെങ്കിൽ അവിടെ പള്ളിയിലച്ഛൻ വേണം, ഫാദർ വേണം, പുരോഹിതൻ വേണം. അങ്ങനെ കാഴ്ചപ്പാടേ ഇസ്ലാമിലില്ല. എന്ന് മാത്രമല്ല, നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെ ആദ്യം പള്ളിയിലെ അച്ഛനോട് വന്ന് ഏറ്റു പറയണം. അതിന് പറയുന്ന പേരെന്താ? കുംഭസാരം. നിങ്ങളെന്തിനാണ് വേറൊരു മനുഷ്യനോട് നിങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് പുറത്തു തരണേന്ന് പറയുന്നത്? അതിൻ്റെ ഇടയിലൊരു കാരണം എന്താ വെച്ചാൽ, അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുരോഹിതൻ ദിവ്യത്വം അവകാശപ്പെടുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവർ സ്വയം ഇങ്ങനെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു, എന്നെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ പുണ്യാത്മാവാണ്, അല്ലെങ്കിൽ അയാൾ പുണ്യാത്മാവാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഉൻളുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. അള്ളാഹുവിൽ പച്ചക്കള്ളം കെട്ടിച്ചമക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ചില ആളുകൾ പറയും അവരാണ് ആകാശലോകങ്ങൾ നിയന്ത്രിക്കുന്നത്. ആരാ പറഞ്ഞത് അവരാണ് ആകാശലോകങ്ങൾ നിയന്ത്രിക്കുന്നത്? മൂപ്പരാണ് ആകാശലോകം നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ തന്നെ വർത്താനം. ശരിക്ക് ഇനി ചില ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഭ്രാന്തായിട്ടും പറയട്ടോ ആൾക്കാർ. മരിച്ച ശേഷം പിന്നെ എന്തായാലും ഭ്രാന്തായ ആൾക്കാരെ പ്രത്യേകം പരിഗണിക്കും. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ. അതായത് അവരങ്ങ് വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. തുണിയും കുപ്പായൊന്നും എടുക്കാതെ റോട്ടിലൂടെ നടന്ന ആൾക്കാരൊക്കെ മരിച്ചു പോയാൽ അവരെ ഔലിയായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, കണ്ടില്ലേ നിങ്ങൾ അള്ളാഹിൻ്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിച്ചമച്ച് പറയുന്നത്? എന്നിട്ട് അല്ലാഹു പറയും, വകഫാ ബിഹി ഇസ്മൻ മുബീന. അതന്നെ മതി എമ്പാടും അവർക്ക് തെറ്റായിട്ട്, കുറ്റമായിട്ട്. ഇനി വീണ്ടും അള്ളാഹു ചോദിക്കണം, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്. വേദത്തിൽ നിന്നൊരു വിഹിതം കിട്ടിയ ആളുകളെ നീ കണ്ടില്ലേ? ഇതിന്റെ വിശദീകരണം കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവരാണ്. വയഖൂലൂന ലില്ലദീന കഫറു. അവർ സത്യനിഷേധികളായ ആളുകളോട് പറയുന്നു, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല. ഇവരാണ് സത്യവിശ്വാസികളെക്കാൾ സന്മാർഗം സിദ്ധിച്ചവർ എന്നവർ പറയുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ കൂട്ടർ അങ്ങേയറ്റം അന്ധവിശ്വാസികളാണ്. ഈ വിശ്വാസവും അന്ധവിശ്വാസവും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ചില ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതന്നെ അന്ധവിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ? കാരണം നിങ്ങൾ അള്ളാഹിനെ കാണുന്നില്ലല്ലോ. നിങ്ങളിങ്ങനെ കാണാത്തതിലൊക്കെ വിശ്വസിച്ച് നടക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. വിശേഷിച്ച് ഈ നിരീശ്വരവാദികൾ, അവരൊക്കെ പറയുന്നത് നിങ്ങൾ എന്ത് അന്ധവിശ്വാസികളാണ്, നിങ്ങൾ കാണാത്ത ദൈവത്തിൽ, ഇല്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നു. വേറെ ചില ആളുകൾ പരലോകത്തിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്താണ് ഈ അന്ധവിശ്വാസം? അന്ധവിശ്വാസം എന്നതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഒരു തെളിവുമില്ലാതെ വിശ്വസിക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസം. ഒരു തെളിവുമില്ലാതെ വിശ്വസിക്കുക. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. പരലോകത്തിൽ വിശ്വസിക്കുന്ന തെളിവുണ്ട്. കാരണം നമ്മെ പടച്ച അള്ളാഹു
പ്രവാചകന്മാരിലൂടെ കൊടുത്തയച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമുണ്ട്. അത് വിശുദ്ധ വേദഗ്രന്ഥമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞൊക്കെ വിശ്വസിക്കുക എന്നുള്ളത് അന്ധവിശ്വാസമല്ല. പക്ഷേ എന്നാലും അന്ധവിശ്വാസമുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ രാശി നോക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അല്ലേ? ജനിച്ച രാശി അത് നോക്കിയിട്ട് നിങ്ങളുടെ ഭാവി പറയും. നിങ്ങൾക്ക് ഈ ആഴ്ച നല്ലതാണോ മോശമാണോ? നിങ്ങളുടെ രാശി എന്താണ്? രാഹുവാണോ കേതുവാണോ? അങ്ങനെയൊക്കെ പല പല പേരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നിങ്ങളുടെ രാശി, സൂര്യൻ്റെ ചലനം, അങ്ങനെ ഗ്രഹങ്ങൾ, ഇതിന് ശരിക്കും പറയാം ഗ്രഹനില നോക്കുക എന്നാണ്. ശരിക്ക് നിങ്ങൾ ഏത് സമയത്ത് ജനിച്ചു എന്നത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടാവില്ല. കാരണം നമ്മൾ കയ്യിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ഏത് സമയത്ത് ജനിച്ചാലും നിങ്ങൾ ഭാഗ്യവാനാവുകയോ നിർഭാഗ്യവാനാവുകയോ ഇല്ല. അതുകൊണ്ട് ജനിച്ച സമയം അതുകൊണ്ട് വന്നിട്ട് എന്താണ് ഗ്രഹനില നോക്കിയിട്ട് കുറിപ്പ് എഴുതി കൊടുക്കുന്നതിലോ എന്താണ് ആ ഷീട്ടിന് പറയാം, ഒരു ഗ്രഹനില എഴുതി കൊടുക്കൂലേ, അങ്ങനെ അത് എഴുതാൻ ആളുകളുണ്ട്. നിങ്ങളുടെ ജാതകം എഴുതി കൊടുക്കും. ചില ആളുകൾക്ക് കല്യാണേ അവർക്ക് നടക്കില്ല. കാരണം എന്താ? ജാതക ദോഷം. കല്യാണം ആലോചിക്കാൻ പോകില്ല, ജാതക ദോഷം. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഗ്രഹണം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ മരണം കൊണ്ടാണ് ഗ്രഹണമുണ്ടായത് എന്ന് ചില ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും ജനനം കൊണ്ടോ ആരുടെയെങ്കിലും മരണം കൊണ്ടോ സൂര്യനോ ചന്ദ്രനോ കരയുകയോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയോ ചെയ്യുകയില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് ചന്ദ്രൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു, സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ വലിയ അന്ധവിശ്വാസികളായിരുന്നു. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും വലിയ ഗ്രന്ഥത്തിൻ്റെ ആളുകളാണെന്നൊക്കെ പറയും. പക്ഷേ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തി എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജിബ്തിൻ്റെ അർത്ഥം മിഥ്യ എന്നാണ്. മിഥ്യ, യഥാർത്ഥത്തിൽ ഇല്ലാത്തത്, അനാചാരം, അന്ധവിശ്വാസം എന്നൊക്കെ പറയാം. ഇവര് അന്ധവിശ്വാസികളാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ തഗ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടു എന്നാണ്. ഇതാണിപ്പോൾ ഒരു അതിർത്തി. ഇത് വരച്ചിട്ടുണ്ട്. ഇത് കടന്നു പോകുന്ന ആളെ താഗി എന്ന് പറയും, പരിധി വിട്ടവൻ. വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി, വെള്ളം ഇതും കവിഞ്ഞു പോകുന്നതിന് തഗൽ മാ എന്ന് പറയും. വെള്ളം കരകവിഞ്ഞു, വെള്ളം കവിഞ്ഞൊഴുകി, അല്ലെങ്കിൽ വെള്ളം പരിധി വിട്ട്, അതിനൊക്കെ തഗ എന്ന് പറയും. അതിൽ നിന്നുണ്ടായതാണ് താഗൂത്ത്, പരിധി വിട്ടവൻ. മനുഷ്യൻ്റെ പരിധി എന്താണെന്ന് വെച്ചാൽ അവൻ അബ്ദാണ് എന്നുള്ളതാണ്. അബ്ദും ആബിദുമാണ് എന്നുള്ളതാണ്. അവൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവനും ജീവിക്കുന്നവനുമാണ്. ഇതിൻ്റെ പരിധി അങ്ങോട്ട് കടന്നിട്ട് ഞാൻ വലിയ ആളാണ് എന്നവൻ അങ്ങ് തീരുമാനിക്കുകയും എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം എന്ന മട്ടിൽ അഹങ്കാരം നടിക്കുകയും ചെയ്താൽ അവൻ താഗൂത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും വലിയ കിതാബിൻ്റെ ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അന്ധവിശ്വാസികളാണ്. അവർ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. കൂടോത്രം എന്താണെന്നറിയോ? ഒറ്റ ആളും കൂടോത്രം ചെയ്തിട്ടില്ല. ബ്ലാക്ക് മാജിക്, മുട്ടയിൽ സിഹർ. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിലൊക്കെ എഴുതി എന്തൊക്കെ മുടിയോ എന്തൊക്കെ കെട്ടിയിട്ട് അവിടെ കൊണ്ട് കുഴിച്ചിടുക. എന്നാൽ പിന്നെ അയാൾ നശിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്ര വലിയ അന്ധവിശ്വാസം വേറുണ്ടോ? അത് ഇസ്ലാമിക വീക്ഷണത്തിൽ അന്ധവിശ്വാസം മാത്രമല്ല, അതിഗുരുതരമായ അക്രമം കൂടിയാണ്, തെറ്റുകൂടിയാണ്. പക്ഷെ ഇവരതിലൊക്കെ വിശ്വസിക്കുന്നു എന്നാണ്.
മുസ്ലിങ്ങളതിലൊന്നും വിശ്വസിക്കാനും പാടില്ല എന്നാണ്. അപ്പൊ താവൂത്തിലും ജിബ്തിലും അവർ വിശ്വസിക്കുന്നു. ശരിക്കും ഈ താവൂത്തിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും, അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. കള്ളു കുടിക്കരുത് എന്നുള്ള പറഞ്ഞുണ്ട്, ഇപ്പോൾ അതൊന്നും പരിഗണിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. നമസ്കരിക്കുക പക്ഷേ ഇതിന് ഫിസ്ക് എന്നാ പറയാം, അധർമ്മം എന്നാ പറയാം. വേറൊരാളുണ്ട്, അയാള് അള്ളാഹുവിൽ വിശ്വസിക്കുന്നൊന്നുമില്ല, അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല, പരലോകത്തിൽ വിശ്വാസമല്ല, അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയാണ്. ഇതിന് കുഫ്ർ എന്ന് പറയും, അയാൾ നമ്മൾ കാഫിർ എന്ന് പറയും. ഇപ്പോൾ ഫാസിഖ് എന്ന് പറയുന്നത് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ തമ്മാടിത്തം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു. അതിന് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫിസ്ക് എന്ന് പറയും, അതിന് അയാളെ ഫാസിഖ് എന്ന് പറയും. വേറെ ചില ആൾ അള്ളാഹിനെ പരലോകത്തൊക്കെ നിഷേധിക്കുന്നു, എന്നിട്ട് അയാൾ തോന്നിയതുപോലെ ജീവിക്കുന്നു. അങ്ങനത്തെ ആൾക്ക് കാഫിർ എന്ന് പറയും, നിഷേധി എന്ന് പറയും. മൂന്നാമത്തെ ആള്, അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല, അയാൾ തോന്നിയ പോലെയാണ് ജീവിക്കുന്നതെന്ന് മാത്രമല്ല, ജനങ്ങളെ അയാൾ തൻ്റെ അടിമകളാണെന്ന് മനസ്സിലാക്കുന്നു. അന റബ്ബുക്കുമുൽ അഅല, ഞാൻ നിങ്ങളുടെ തമ്പുരാനാണ്, ഞാൻ പറയുന്നത് കേട്ടോളണം, എൻ്റെ വാക്കിനപ്പുറം ഇവിടെ വേറെ ഒരു വാക്കില്ല, ഞാൻ പറഞ്ഞതിനപ്പുറം ഒരില അനങ്ങാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെന്തു പറയും? താഗൂത്ത്. മനസ്സിലായില്ലേ? ഇവരൊക്കെ പടച്ചവനെ ലംഘിക്കുന്നവരും പടച്ചവനെ നിയമം ലംഘിക്കുന്നവരും. പക്ഷെ അതിൽ ഏറ്റവും വലിയ മുന്തിയ കാറ്റഗറിയുള്ള ആളാണ് ആര്? താഗൂത്ത്. അയാൾ അള്ളാഹുവിനെ നിഷേധിക്കുക മാത്രമല്ല, ഞാൻ അള്ളാഹിൻ്റെ അധികാരമുള്ള ആളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് താഗൂത്ത്. അങ്ങനെ പറയുന്ന ആരാണെങ്കിലും അവരൊക്കെ താഗൂത്തിൻ്റെ ആ പരിധിയിൽ പെടും. അത് ആരാണെങ്കിലും തിരക്കിടില്ല. താഗൂത്തിനർത്ഥം പരിധി വിട്ടവൻ, പരിധി ലംഘിച്ചവൻ എന്നാണ് താഗൂത്തിൻ്റെ അർത്ഥം. ഫിറഔൻ താഗൂത്താണ്, ഒരു ലക്ഷണമൊത്ത താഗൂത്താണ് ഫിറഔൻ. പിന്നെ ഞാനാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ചരിത്രത്തിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ലൂയി 14 ഐ ആം ദ സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലും അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഏകാധിപതികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകളെയും നമുക്ക് എളുപ്പത്തിൽ താഗൂത്ത് എന്ന് പറയാം. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയും മറ്റുള്ളവരെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ധിക്കാരികൾക്കാണ് താഗൂത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവർ താഗൂത്തിലും അതുപോലെ തന്നെ ജിബ്തിലും വിശ്വസിക്കുന്നു, അന്ധവിശ്വാസങ്ങളിലും. ഇപ്പോൾ മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക, നിങ്ങൾ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളങ്ങനെ വിളിക്കും, മോനെ നിന്റെ കൈ നോക്കിയിട്ട് പറയാം, മുഖലക്ഷണം നോക്കിയിട്ട് പറയാം, ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തതൊന്നും പറയാൻ മടിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്നാൽ പിന്നെ മനുഷ്യനൊരു കൗതുകം ഉണ്ടാവും അല്ലേ, എന്നാൽ പിന്നെ എൻ്റെ ഭാവി ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൈ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്നത് ശിർക്ക് പറയുന്ന ഏറ്റവും അക്രമമാണ്. നിങ്ങൾ കൊണ്ടുപോയി അവിടെ കാണിക്കുന്നത് ശിർക്കാണ്. കാരണം നിങ്ങളുടെ ഭാവി ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് ഇവിടെ ലോകത്ത് ഒരാളത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ശിർക്കിലാണ് പോയി പെടുന്നത്. അതുകൊണ്ട് ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്തും ഒരു മഷിനോട്ടക്കാരൻ്റെ അടുത്തും ഒരു കൂടോത്രക്കാരൻ്റെ അടുത്തും ഒരു ഭാവി പ്രവചിക്കുന്ന ആളുടെ അടുത്തും പോകാൻ പാടില്ല. അവർക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ചില പരിഹാസ കഥാപാത്രങ്ങളുണ്ട്. ടി വിയിൽ വന്നിട്ട് ഇലക്ഷനിൽ ഇന്നാൾ ജയിക്കും, മറ്റേയാൾക്ക് രാഹുൽ ഗാന്ധിക്ക് ഇപ്രാവശ്യം രാശി മോശമാണ്, മറ്റേയാൾക്ക് രാശി ഉഷാറാണ്, അയാൾ ജയിക്കും. എന്നിട്ട് തോറ്റമ്പിയാൽ ഇയാളടുത്ത് വന്ന് ചോദിച്ചാൽ അതെവിടെയോ കാൽക്കുലേഷനിൽ തെറ്റിപ്പോയതാണ്. ഒരു ഭാവിയെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഏറ്റവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കുട്ടികൾ പാടി, ഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദ്
ഞങ്ങൾക്കൊരു നബിനെ കിട്ടിയിരിക്കുന്നു, നാളെ എന്താണ് എന്ന് പറയാൻ പറ്റുന്ന നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പറഞ്ഞു, അത് പാടരുത് മക്കളെ, എനിക്ക് നാളെ എന്താ നടക്കാന്ന് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അഷ്റഫുൽ ഖൽഖ് എന്ന് വിളിക്കുന്ന, ഖാതമുൽ അംബിയ എന്ന് വിളിക്കുന്ന അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എനിക്ക് നാളത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് അത് നിങ്ങൾ പാടരുത്, ബാക്കിയുള്ളതൊക്കെ പാടിക്കൊള്ളി. അപ്പോൾ ഒരാളും നാളെയെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നതാണെങ്കിൽ അത് തെറ്റാണ്, കുഫ്റാണ്, ശിർക്കാണ്. ശരി, ഇന്നലെ ആയത്തിന്റെ അവസാനം എന്താണെന്നറിയോ? വയഖൂലൂന ലില്ലദീന കഫറൂ, നിഷേധികളായ ആളുകളോട് അവർ പറയുന്നു, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല, ഇവരാണ് സത്യവിശ്വാസികളെക്കാൾ സന്മാർഗം സിദ്ധിച്ചത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റേ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ജൂത പുരോഹിതൻ, അയാൾ മക്കത്ത് പോയി. എന്തിനാ പോകുന്ന വെച്ചാൽ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മക്കത്തേക്ക് പോവാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ചെറിയ പരാജയമൊക്കെ ഉണ്ടായി. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ദിനേന ശക്തി പ്രാപിച്ചു വരികയാണ്. മദീനക്കകത്തുള്ള ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം അവരിൽപ്പെട്ട കുതന്ത്രത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്തു, നമുക്ക് ഖുറൈശികളെടുത്തൊന്ന് പോയിട്ട് അവരായിട്ടൊരു സഖ്യം ഉണ്ടാക്കാം, എന്നിട്ട് അവരുമായി യോജിച്ചിട്ട് മദീനയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും പുറത്താക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് അവർ മക്കത്ത് പോകുന്നത്. ശരിക്കും അവർ മക്കത്ത് പോകേണ്ട കാര്യമില്ല, അവർക്ക് മക്കത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അവർ മക്കത്ത് പോയിട്ട് അബൂ സുഫിയാനെയും ഖുറൈശികളെയൊക്കെ കാണുന്നു. അപ്പോൾ അബൂ സുഫിയാൻ ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഞങ്ങളും അറബികൾ, ഞങ്ങൾ ഖുറൈശികൾ ഞങ്ങളാണോ അതല്ല നിങ്ങളുടെ നാട്ടിലുള്ള മുഹമ്മദും കൂട്ടരും ആരാണോ യഥാർത്ഥത്തിൽ വിവരമുള്ളവർ, വിശ്വാസമുള്ളവർ, ആരാ ശരിയിൽ? നിങ്ങൾ കുറച്ച് കിതാബ് ഓതിയ ആൾക്കാരാണല്ലോ, നിങ്ങൾ വിവരമുള്ള ആൾക്കാരാണല്ലോ. ഈ ചങ്ങാതി ഇവർ പറഞ്ഞെന്താണെന്നറിയോ? ഇവർ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. സത്യവിശ്വാസികളെക്കാൾ യഥാർത്ഥത്തിൽ സന്മാർഗം കിട്ടിയ ആൾക്കാർ നിങ്ങളാണ്, ഇവരാണ് എന്ന് മുശ്രിക്കുകളെ നോക്കി, ഖുറൈശികളെ നോക്കി ഇവർ പറഞ്ഞു. ശരിക്കും ഖുറൈശികൾ, മുശ്രിക്കുകൾ എന്താ ചെയ്യുന്നത്? അവർ സകല കല്ലിനെയും മുള്ളിനെയും മുരിക്കിനെയും മൂർഖൻ പാമ്പിനെയും എല്ലാത്തിനെയും ആരാധിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാരോട് പറയാൻ നിങ്ങളാണ് നല്ലത് കേട്ടോ, മുഹമ്മദിൻ്റെ മതം അത് കൊള്ളൂല, നിങ്ങളുടെ മതം സൂപ്പർ. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെക്കുറിച്ച് അള്ളാഹു അതെടുത്ത് ഒപ്പിയെടുത്തിട്ട് പറയും, ഇതല്ലേ നിങ്ങളുടെ നിലവാരം? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കിതാബുണ്ട്, മുഹമ്മദ് നബിക്കും കിതാബുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ അവകാശപ്പെടുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലേ നിങ്ങളോട് കുറച്ചെങ്കിലും അടുത്തുള്ളവർ? പക്ഷെ അവരെന്താ പറഞ്ഞത്? മുശ്രിക്കുകളാണ് യഥാർത്ഥത്തിൽ സന്മാർഗം സിദ്ധിച്ചവർ എന്ന്. അബൂ സുഫിയാൻ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നതിന്, അൻതും വല്ലാഹി അഹ്ദാ സബീല മിമ്മാ ഹുവ അലൈഹി, മുഹമ്മദ് നബി ഉള്ളതിനേക്കാൾ നിങ്ങളാണ് കൂടുതൽ സന്മാർഗം സിദ്ധിച്ചവരെന്ന് പറഞ്ഞു. അതിനെ കളിയാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്. ഉലൈക 52-ാമത്തെ ആയത്ത്, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അവരാണ് അള്ളാഹു ശപിച്ചവർ. വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ, അള്ളാഹു ഒരു കൂട്ടരെ ശപിച്ചാൽ പിന്നെ അവന് ഒരു സഹായവും എവിടുന്നും കിട്ടൂല. അപ്പം അള്ളാഹുവിനെക്കുറിച്ച് ഇല്ലാവചനം പറയുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേദഗ്രന്ഥവും വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളും മോശക്കാരാണ് എന്ന് പറയുന്ന ഇവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അള്ളാഹിൻ്റെ ശാപം കിട്ടിയാൽ പിന്നെ അവരൊരിക്കലും നന്നാവില്ല. 53-ാമത്തെ ആയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, അം ലഹും നസീബും മിനൽ മുൽക്കി, അതല്ല ഇവർക്ക് അധികാരത്തിൽ നിന്ന് വല്ല വിഹിതവും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ ജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തരിമ്പും നൽകൂല. എന്താ ഇവരിങ്ങനെ പറയാൻ കാരണം? ഇവരാണ് ഹിദായത്ത് കിട്ടിയവർ എന്ന് സത്യവിശ്വാസികളെക്കാൾ മുശ്രിക്കുകളെ നോക്കി പറയാൻ എന്താ കാരണം? ഇങ്ങനെ സന്മാർഗം കൊടുക്കുന്ന അധികാരത്തെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവരുടെ കയ്യിലല്ലല്ലോ സന്മാർഗം അള്ളാന്റെ കയ്യിലല്ലേ? എന്നിട്ട് അള്ള പറയാണ്, അല്ല സന്മാർഗം കൊടുക്കുന്ന അധികാരമെങ്ങാനും ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവര് മുഴുവൻ അവരെ കെട്ടിപ്പിടിച്ചിരിക്കും, ആർക്കും ഒന്നും കൊടുക്കൂല. അത്രയും പിശുക്കന്മാരും അത്രയും ലുബ്ധന്മാരും അത്രയും സ്വാർത്ഥന്മാരുമായിരിക്കും അവർ.
സന്മാർഗം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാം, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പണി ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ജനങ്ങൾക്കൊന്നും കൊടുക്കൂല. അവിടെ അവർക്ക് നഷ്ടമൊന്നുമില്ല. സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആ ടിക്കറ്റ് കൊടുത്തതിൽ നഷ്ടമുണ്ടോ? പക്ഷെ അവർ കൊടുക്കൂല. അതിന് ഞാൻ ഈ ആയത്തിനെ നമ്മുടെ ഒരു ഭാഷയിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹ് പറയാണ് ജനങ്ങൾക്ക് അവർ സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് പോലും അവർ കൊടുക്കൂല. അത് മുഴുവൻ അവരവിടെ കെട്ടിപ്പൂട്ടി വെക്കും. അപ്പൊ ഇവർക്കെങ്ങാനും സന്മാർഗം കൊടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നുവെങ്കിൽ, ഇവർക്കെങ്ങാനും ആളുകളെ നേരായ വഴിക്ക് നടത്താനുള്ള അധികാരമുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനെയും അവർ നേർവഴിയിലേക്ക് നടത്തുമായിരുന്നില്ല. അതാണ് 53-ാമത്തെ ആയത്ത്. 54-ാമത്തെ ആയത്ത് അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹ്. അതല്ല, ഇനി യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അള്ളാഹ് കൊടുത്തതിലുള്ള അസൂയയാണോ ഇവർക്ക്? അം യഹ്സുദൂനന്നാസ, ജനങ്ങളോട് അവർക്ക് അസൂയ പുലർത്തുകയാണോ? അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുത്തതിന്റെ പേരിൽ അവർ അസൂയ പൂണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ഏറ്റവും വലിയ എതിർപ്പിൻ്റെ കാരണം അസൂയായിരുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, അവരുടെ പിതാവ് ജൂതനായിരുന്നു, ജുവൈരിയ. ജൂതമാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ജൂതഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. ജുവൈരിയ എന്നൊരു ഒരു ഭാര്യ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പിന്നെ സൊഫിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഇവരെന്നെ വന്നിട്ട് പറയുന്നതായി ഹദീസുകൾ കാണും, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ചർച്ച, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയിട്ട്, നബി വരുമ്പോൾ നബിയെ കാണാൻ പോവാണ്. നബിനെ കാണാൻ പോയിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നബിയെ പോയി കണ്ടു, നബി ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാക്കി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഉപ്പയും എൻ്റെ എളാപ്പയും അവർ തമ്മിൽ സംസാരിക്കുന്നു. അഹുവ നമ്മളെ വേദഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ വരാണ്ടല്ലോ, ഇദ്ദേഹം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ, എളാപ്പ ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ, അദ്ദേഹം യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്നായില്ലല്ലോ, ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നായില്ലല്ലോ, ഈ അറബികളുടെ കൂട്ടത്തിൽ നിന്നല്ല ഈ പ്രവാചകൻ വന്നത്. അതുകൊണ്ട് മരിക്കോളം ശത്രുത. ഇപ്പം എന്തതിൻ്റെ പിന്നിലുള്ള വികാരം? അസൂയ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഗോത്രത്തിൽ, ഞങ്ങളുടെ വിഭാഗത്തിൽ പ്രവാചകൻ വന്നില്ല എന്നൊരൊറ്റ കാരണം. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത് അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുത്തതിലുള്ള അസൂയയാണോ ഇവർക്ക്? നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് പരമ്പര, ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മൂത്ത മകൻ ഇസ്മായിൽ, മറ്റത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ്. അറബികൾ ബനു ഇസ്മായിലുകളാണ്. ബനു ഇസ്രായേലിയർ ബനു ഇസ്ഹാഖാണ്. ഇസ്ഹാഖ് നബിന്റെ മറ്റൊരു മകനാണ് യാക്കൂബ് നബി, അല്ലേ? യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ. അപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്ഹാഖിന്റെ പരമ്പരയാണ്. ബനു ഇസ്മായിൽ എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയാണ്. അപ്പൊ ഈ പരമ്പരയിൽ പ്രവാചകൻ വന്നില്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ആ പരമ്പരയിലാണ് പ്രവാചകന്മാർ ഇത്ര കാലവും വന്നത്. കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ എന്നാണ് റസൂൽ. ബനു ഇസ്രായേലിൽ മുഴുവൻ പ്രവാചകന്മാരാൽ നിബിഡമായിരുന്നു, നിറഞ്ഞതായിരുന്നു. ഒരു പ്രവാചകൻ മരിച്ച അടുത്ത പ്രവാചകൻ, അടുത്ത പ്രവാചകൻ മരിച്ച അതിൻ്റെ അടുത്ത പ്രവാചകൻ. പ്രവാചകന്മാരില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബനു ഇസ്മായിലിൽ പിന്നീട് വരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ പിന്നെയും ഒരു പ്രവാചകൻ വരാത്തതിലുള്ള അസൂയ. അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ വആതൈനാഹും മുൽക്കൻ അളീമ. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ എന്തിനാണ് മക്കളെ ഇങ്ങനെ അസൂയ കാണിക്കുന്നത്? ആലു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്
നാം ഔദാര്യം നൽകിയിട്ടുണ്ട്, അനുഗ്രഹം നൽകിയിട്ടുണ്ട്, കിതാബും നൽകിയിട്ടുണ്ട്. ആ കിതാബ് നടപ്പാക്കാനുള്ള വിവേകവും പ്രായോഗിക ബുദ്ധിയും നൽകിയിട്ടുണ്ട്. അതാണ് ആലു ഇബ്രാഹിമിന് കിതാബും ഹിക്മത്തും നൽകി. എന്നിട്ട് അല്ലാഹു പറയുന്നു വആതൈനാഹും മുൽക്കൻ അദീമാ, അവർക്ക് വലിയ അധികാരവും നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ മക്കളിൽ അധികാരം കിട്ടിയിട്ടുള്ള ഒരു പ്രവാചകന്റെ പേര് പറയോ? യൂസുഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിൻ്റെ അധികാരം വാണരുളിയ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഫലസ്തീനിൽ അധികാരം വാണരുളിയ ആളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ഫലസ്തീനിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം രാജാവായിരുന്നു. സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഒക്കെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലാണ്. അവർ ഫലസ്തീനിലെ രാജാക്കന്മാരായിരുന്നു. അധികാരം അവരുടെ കയ്യിലായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോയി. ഈജിപ്തിൽ യൂസുഫ് നബിയുടെ കയ്യിലായിരുന്നു അധികാരം. പിന്നീട് അധികാരം ബനൂ ഇസ്രായേലിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് ഈ കിബിത്തുകളുടെ കയ്യിൽ അധികാരം വരുന്നുണ്ട്. അപ്പം അല്ലാഹു പറയണം, അവർക്ക് ഞാൻ കിതാബ് കൊടുത്തു, ആ കിതാബ് നടപ്പാക്കാനുള്ള പ്ലാനും പദ്ധതിയും കൊടുത്തു, അധികാരവും കൊടുത്തു. മുൽക്കൻ അദീമാ ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ. അവരിൽ വിശ്വാസികളുണ്ടായിരുന്നു, എന്നാൽ പിന്തിരിഞ്ഞ, സദ്ദ എന്ന് പറഞ്ഞാൽ തെറ്റി തടഞ്ഞു, ആ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരുണ്ടായിരുന്നു. വകഫാ ബിജഹന്നമ സഈറാ, അവർക്ക് കത്തിക്കാളുന്ന നരകത്തീ എന്നെ മതി. അപ്പോൾ പ്രവാചകന്മാരൊക്കെ അവരിലേക്കൊക്കെ വന്നിരുന്നു. പക്ഷെ പ്രവാചകന്മാർ ചിലർ സ്വീകരിച്ചു, ചിലർ തള്ളിക്കളഞ്ഞു. ചില ആൾക്കാർ പ്രവാചകന്മാരെ അംഗീകരിച്ചവരുണ്ടായിരുന്നു, ചില ആൾക്കാർ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവരുണ്ടായിരുന്നു. പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവർക്ക് നരകമാണ് അവർക്കുള്ളത്. 56-ാമത്തെ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. ഇപ്പോൾ നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളഞ്ഞവർ, അപ്പം അള്ളാഹ് ഇറക്കിയ ഖുർആൻ ഒരാൾ തള്ളിയാൽ അയാൾ കാഫിറാണ്. അള്ളാഹു ഇറക്കിയിട്ടുള്ള ഇഞ്ചീൽ ഒരാൾ തള്ളിയാൽ അവൻ കാഫിറാണ്. അള്ളാഹു ഇറക്കിയിട്ടുള്ള തൗറാത്ത് ഒരാൾ തള്ളിയാൽ അയാൾ കാഫിറാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളിക്കളയുന്ന ആളുകൾ നുസ്ലീഹിം നാറോ, അവരെ നാം നരകത്തിൽ എറിയും, നരകത്തിലേക്ക് അവരെ എത്തിക്കും. കുല്ലമാ നളുജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. എന്നിട്ട് ആ നരകത്തിൻ്റെ ഒരു തീവ്രത അള്ളാഹ് പറയണം. നരകത്തിൻ്റെ പ്രത്യേകത എന്താണ്? നരകം ഇങ്ങനെ കത്തിയാളല്ലേ, കത്തിയാളുമ്പോൾ ഒരാൾ ആ നരകത്തിലേക്ക് ഇട്ടാൽ അയാളുടെ തൊലി അങ്ങ് ദ്രവിച്ചു പോകും, കരിഞ്ഞു പോകും, ഉരുകിപ്പോവും. ഓ രക്ഷപ്പെട്ടു, കാരണം കത്തി കരിഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നബഇൻ്റെ അവസാനത്തെ ആയത്തെന്താ? സൂറത്തു നബഇൻ്റെ അവസാനത്തെ ആയത്ത് യാ ലൈതനീ കുന്തു തുറാബാ. അല്ലേ, മനുഷ്യൻ നാളെ പരലോകത്ത് അങ്ങ് വിചാരിക്കും, ഞാനങ്ങ് മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നരകത്തിൽ ഒരാൾ കിടക്കുമ്പോൾ അയാളങ്ങ് വിചാരിക്കുക എൻ്റെ തൊലി അങ്ങ് കരിക്കട്ടിയായി അങ്ങ് പോയിരുന്നു, അതിന് വേദന സഹിക്കണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞ അങ്ങനെ ഞങ്ങളെ വെറുതെ വിടൂല. കുല്ലമാ നളിജത്ത് ജുലൂദുഹും, അവരുടെ ആ ജിൽദ് എന്ന് പറഞ്ഞാൽ ഇതാണ് ത്വക്ക്, എന്താണ് പറയാ, തൊലി, അതിങ്ങനെ വെന്തുരുകുമ്പോഴെല്ലാം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അതല്ലാത്ത പുതിയ പുതിയ തൊലി കൊടുക്കും. തൊലി അങ്ങ് കരിഞ്ഞു പോയി ചേച്ചി രക്ഷപ്പെടില്ല, പുതിയ തൊലി കൊടുക്കും. എന്നിട്ട് പിന്നെ അത് പിന്നെയും കരിക്കും, പിന്നെയും അത് ഉരുക്കും, പിന്നെയും പുതിയ തൊലി കൊടുക്കും, പിന്നെയും ഉരുക്കും. അപ്പം നരകത്തിൻ്റെ ഭീകരതയാണ്. എന്നിട്ടുള്ള പറയൽ അദാബ്, അവർ ശിക്ഷ ശരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ്, ശിക്ഷ ശരിക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് 100 ആളെ കൊന്നാൽ അയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാ? ഒറ്റ തവണ അയാളെ തൂക്കിക്കൊല്ലുക അല്ലേ? ബാക്കി 99 ആളുകളെ കൊന്നതിൻ്റെ കുറ്റോ ശിക്ഷയോ? ഇതാണ് പരലോകത്താണ് യഥാർത്ഥ നീതി എന്ന് പറയുന്നത്. അവിടെ നിങ്ങളെ കൊന്നാൽ വീണ്ടും നിങ്ങൾ കരിയും, വീണ്ടും അല്ലാഹ് നിങ്ങളെ ജീവിപ്പിക്കും, പിന്നെയും കരിക്കും, പിന്നെയും കൊല്ലും, പിന്നെയും കൊണ്ടുവരും.
നിങ്ങളുടെ ഈ തൊലി ഇങ്ങനെ കരിഞ്ഞിങ്ങനെ ഉരുകി പോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നേരിക്കേണ്ട, പിന്നെയും അതുപോലെ തൊലി നിങ്ങൾക്ക് തരും, പിന്നെയും അത് കരിക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ അവരനുഭവിക്കാൻ വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ്. അവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.